അഹമ്മിയത്തു തൗഹീദ്. അതാണ് ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ചതായ പ്രധാനപ്പെട്ട പോയിന്റ്. അതെന്താണ്? ഏകദൈവ വിശ്വാസം, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം. ഇത്തരം കാര്യങ്ങൾ വരുന്നതായ സന്ദർഭത്തിൽ നൂലാമാലകൾ പേറി നടക്കലല്ല, അഥവാ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകലോ, ഖബറാളികളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകലോ, അള്ളാഹുവിനെ വില വെക്കാതിരിക്കലോ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലോ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ് എന്ന് അള്ളാഹു പറഞ്ഞതായ അള്ളാഹ് പോരെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, അള്ളാഹ് പോരെ നിങ്ങളുടെ രോഗം മാറ്റാൻ, അള്ളാഹു പോരെ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് ഇവിടെ വളരെ സ്മരണീയമാണ്. ഈ സന്ദർഭത്തിൽ വളരെ നിർബന്ധമായി നാം പഠിക്കേണ്ടതായ ശൈലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മതി, അള്ളാഹു വിധിക്കും പോലെ വരട്ടെ. അള്ളാഹു വിധിച്ചപ്പോൾ നമുക്ക് രോഗം ബാധിച്ചു, രോഗം ബാധിച്ചവർക്ക് അള്ളാഹു വിധിച്ചപ്പോൾ മരണപ്പെട്ടവർ ആ രോഗത്തിലൂടെ മരിച്ചു. ഇനി ആ രോഗത്തിലൂടെ െങ്കിലും ഏത് മനുഷ്യന്റെ വയസ്സ് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ മരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെയെല്ലാം പ്രശ്നം അള്ളാഹുവിനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ അള്ളാഹുവിനോട് ചോദിക്കുകയും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയത് നിങ്ങൾ മറന്നു കാണുകയില്ല നമ്മുടെ ശ്രോതാക്കൾ, അതെന്താണ്? നാം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന വിഭാഗം ചോദിക്കുമ്പോൾ അവന്റെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവന്റെ ആരാധന അള്ളാഹ്ക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രീതി കരഗതമാക്കാൻ അവന് സാധിക്കുന്നു. അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്ന വിഭാഗം, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ റഹ്മാനാണ് എന്നത് കാരണത്താൽ അവൻ ഇവിടെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവർക്കും മറ്റുള്ളതായ ഷിട്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും ദുനിയാവിൽ കരുണ ചെയ്യുന്നവൻ അവൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് അവനെ അനുഗ്രഹിക്കുമ്പോൾ, അവൻ അള്ളാഹ് കരുണ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അവൻ ചെയ്തതായ ധിക്കാര മനസ്ഥിതി അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്നതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇവിടെ വലിയിനോ നബിക്കോ മലക്കിനോ ജിന്നിനോ ബിംബങ്ങൾക്കോ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ഖബറാളികൾക്കോ ഒരു ശക്തിക്കും ഇവിടെ ആരെയും സഹായിക്കാനോ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താനോ ആരെയും ദ്രോഹിക്കാനോ സാധിക്കുന്നതല്ല എന്നാണ് ഖുർആൻ തീർത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാനാണ് നിങ്ങൾക്ക് മറുപടി നൽകുക എന്ന അള്ളാഹുവിന്റെ ആ കൽപ്പന നാം ഫിറ്റാക്കിയും കൊണ്ട് ഇങ്ങനെയുള്ളതായ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ, ഈ പ്രയാസത്തിൽ രാവിലെ വീട്ടിൽ നിറങ്ങുമ്പോൾ ഏതായാലും കൽപ്പന വന്നു, ഗവൺമെന്റിന്റെ കൽപ്പന വന്നു, നിങ്ങൾ കടയിലേക്ക് പോയിക്കോളി, നിങ്ങൾ പട്ടണത്തിലേക്ക് പോയിക്കോളി, നിങ്ങളുടെ എല്ലാ ജോലികളും ചെയ്തോളി, നിങ്ങൾ പള്ളിയിലേക്കും പോയിക്കോളി, പക്ഷേ സൂക്ഷ്മത പാലിക്കണം എന്ന ഓർഡർ വന്നു. ഇവിടെയെല്ലാം നാം എന്ത് വേണം? രാവിലെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ വിധി പോലെ വരട്ടെ എന്ന് തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് കുഫീത, നിനക്ക് വരാൻ പോകുന്ന പ്രയാസത്തിൽ നിന്നിട്ട് ദൂരപ്പെടാൻ വേണ്ടി അള്ളാഹിന്റെ തീരുമാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിന്റെ പ്രയാസം നിനക്ക് ആ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന ആ വിളി, ആ കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ലഭിക്കുന്ന വ്യക്തിയായി മാറാൻ ആ ദിക്റുകൾ ചെല്ലേണ്ട സമയത്ത്, ആ തസ്ബീഹകൾ ചെല്ലേണ്ട സമയത്ത്, ആ അദ്കാറുകൾ ചെല്ലേണ്ട സമയത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ച്, അതെല്ലാം കാരണത്തിൽപ്പെട്ടത് തന്നെയാണ്. ഏതുപോലെ മാസ്ക് ധരിക്കും പോലെയുള്ളതായ കാരണത്തിൽപ്പെട്ടതാണ് ദിക്റുകൾ ചെല്ലലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ വിധി പോലെ വരട്ടെ എന്ന് തീരുമാനിക്കലല്ലാതെ നിർവാഹമില്ല. അതോടൊപ്പം നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം, നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അപകടത്തിൽ നാം പെട്ടുപോകുമോ ഇല്ലേ? നമ്മുടെ അറിവിൽപ്പെട്ട, നമ്മുടെ പരിചയത്തിൽപ്പെട്ട എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ടവരുണ്ടായി, എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ട് മരിച്ചവരുണ്ടായി, എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ടിട്ട് സുഖപ്പെട്ടവരുണ്ടായി. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളാണ്. ഇതിൽ നിന്നിട്ട് നാം പാഠം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അത് സമ്പത്തുണ്ടാവലോ സമ്പന്നനായി മാറലോ അതൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക, അതിലൂടെ നല്ല സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. ഏറ്റവും നല്ല രീതി അത് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. ഏറ്റവും നാം ശേഖരിക്കാൻ ഉത്തമമായ ആ സുഖ്ർ, ആ ചരക്ക് അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ പ്രീതികരമാക്കാൻ വേണ്ടി നാം പാടുപെടുക എന്നതാണ്.